ഹേ ഗായ്സ്, ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലിലേക്കും പപ്പ എന്ത് വിളിച്ചു പറയാ പപ്പയ്ക്കും അമ്മയ്ക്കും ദശരഥി കാണാൻ പോണോ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അങ്ങനെ അപ്പം തന്നെ ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് അവിടുന്ന് ട്രെയിൻ കയറി. ഞങ്ങൾ ബസ്സിലാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. കൊട്ടിയത്താണ് പോകുന്നത്. അങ്ങനെ പപ്പയുടെ അടുത്തൊരു വിൻഡോ സൈഡൊക്കെ കിട്ടി എനിക്ക്. ഞങ്ങൾ കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത്. ഉച്ചത്തെ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു സ്നിക്കേഴ്സൊക്കെ വാങ്ങിച്ചു വെച്ചു. എനിക്ക് വിശന്നാലോ. പിന്നെ ഞങ്ങൾ കൊട്ടിയം ഡ്രീംസ് മോളിനകത്തുള്ള ആശീർവാദ് സിനിമാസിലാണ് ബുക്ക് ചെയ്തത്. അമ്മയുടെ ചിരിയാണ്, അല്ലെങ്കിൽ ക്യൂട്ട് സ്മൈലല്ലേ, സന്തോഷം ആ സിനിമ കാണാൻ വന്നിട്ട്. അങ്ങനെ വിശപ്പിൻ്റെ ആധിക്യം മൂലം ഞങ്ങൾ ലുലു മോളിൽ കയറി ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഫുഡ് കോർട്ടിൽ പോയിന്ന് കഴിച്ച് പപ്പ അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ച സ്നിക്കേഴ്സും കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സിനിമ തിയേറ്ററിലോട്ട് പോയി. അങ്ങനെ സിനിമ കാണാനൊക്കെ ഇരുന്ന് ദൃശ്യം 3 ഒരു രക്ഷയില്ല, നല്ല സിനിമയാണ്. എനിക്ക് സിനിമ നല്ലോണം വർക്കൗട്ടായി. അപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത്. ഞങ്ങളത് കഴിഞ്ഞിട്ട് മൗസിൽ നിന്ന് അവൽ മിൽക്ക് 49 രൂപയുടെ മിനി അവൽ മിൽക്ക് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. അങ്ങനെ അപ്പയുടെ അമ്മയുടെ കൂടെ ഒരു വണ്ടർഫുൾ ഡേ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.